ഹായ് എവ്രി വൺ. ദിവസം, ഡേ, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണല്ലേ. ഇന്നത്തെ ദിവസം ഭയങ്കര രസമായിരുന്നു. അല്ലെങ്കിൽ ഇന്ന് എന്ത് മനോഹരമായ ദിവസമാണ്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു ദിവസം? അവൻ എല്ലാ ദിവസവും ഓടാൻ പോകാറുണ്ട്. അവനൊരു ദിവസം ലീവ് എടുത്തു. ഞാൻ എല്ലായ്പ്പോഴും എല്ലാ ദിവസവും നടക്കാൻ പോകാറുണ്ട്. ഇതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നമുക്ക് നോക്കാം. നമ്മളൊരാൾക്ക് ഒരു നല്ല ദിവസം വിഷ് ചെയ്യുന്നു. ഇത് ഭയങ്കര സിമ്പിളാണ്. ഹാവ് എ നൈസ് ഡേ. ഹാവ് എ നൈസ് ഡേ എന്ന് പറയാം. ഇനി ചില സമയത്ത് നമുക്ക് തോന്നാറില്ലേ നല്ല മനോഹരമായിട്ടൊരു ദിവസമാണെന്ന്. അതെങ്ങനെയാണ് പറയുക? അതൊരു ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ചോദിക്കാം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ഇസ്ൻ്റ് ഇറ്റ്? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ഇസ്ൻ്റ് ഇറ്റ് എന്ന് ചോദിക്കാം. ഇനി സ്വയം പറയാണ് ഇതൊരു നല്ല ദിവസമാണ്. ഇറ്റ്സ് എ നൈസ് ഡേ. അപ്പോൾ ചില സമയത്ത് നമുക്ക് ചോദിക്കാം അല്ലേ, നിങ്ങളുടെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു? അതെങ്ങനെയാണ് ചോദിക്കുക? ഹൗ വാസ് യുവർ ഡേ? ഹൗ വാസ് യുവർ ഡേ? നിങ്ങളുടെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? ചില ദിവസങ്ങൾ വളരെ മോശപ്പെട്ടതായിട്ട് നമുക്ക് തോന്നും അല്ലേ, ഒരു സുഖമില്ലാത്തൊരു ദിവസം പോലെ. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇറ്റ് വാസ് എ ടെറിബിൾ ഡേ. ഇറ്റ് വാസ് എ ടെറിബിൾ ഡേ. അപ്പോൾ അങ്ങനെ ഒരു മോശപ്പെട്ട ദിവസമായിട്ട് ഫീൽ ചെയ്യുമ്പോൾ നമ്മുടെ സുഹൃത്ത് എന്ത് പറയും? അങ്ങനെയാണെങ്കിൽ ഒരു ലീവ് എടുത്തൂടെ? ഒരു ലീവൊക്കെ എടുത്തൂടെ? ഇതെങ്ങനെ പറയാം? വൈ ഡോണ്ട് യു ടേക്ക് എ ഡേ ഓഫ്? വൈ ഡോണ്ട് യു ടേക്ക് എ ഡേ ഓഫ്? അപ്പോൾ നമ്മളൊരു ലീവ് എടുക്കും അല്ലേ, ഒരു ഡേ ഓഫ് എടുക്കും. അപ്പം ഞാനൊരു ലീവ് എടുത്തു എന്നെങ്ങനെ പറയാം? ഐ ടുക്ക് എ ഡേ ഓഫ്. ഇനി അവളാണ് എടുത്തതെങ്കിൽ ഷീ ടുക്ക് എ ഡേ ഓഫ്. അവനാണെങ്കിലോ ഹീ ടുക്ക് എ ഡേ ഓഫ്. ഒരു ലീവൊക്കെ എടുത്ത് വീട്ടിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പുറത്തേക്കൊന്നും പോകാൻ തോന്നില്ല. അപ്പം നിങ്ങൾ എൻറ്റയർ ഡേ എവിടെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു? വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ അതെങ്ങനെ പറയാം? ഞാൻ ഇന്നൊരു ദിവസം മൊത്തവും എൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു. ഐ സ്റ്റേഡ് ഹോം ഓൾ ഡേ. അപ്പോൾ അന്നത്തെ ദിവസം മൊത്തം നിങ്ങൾ വീട്ടിൽ ചിലവഴിച്ചു. അപ്പോൾ അന്ന് മഴ പെയ്തു. അപ്പോൾ അങ്ങനെ മഴ പെയ്തു എന്നെങ്ങനെയാണ് പറയാം? ഇറ്റ് റെയിൻഡ് ഓൾ ഡേ യെസ്റ്റർഡേ. ഇറ്റ് റെയിൻഡ് ഓൾ ഡേ യെസ്റ്റർഡേ എന്ന് പറയാം. അപ്പോഴാണ് നിങ്ങൾ ഓർക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. എപ്പോൾ? മറ്റന്നാൾ. ഇന്ന് എന്നുള്ളത് ടുഡേ എന്ന് പറയും. യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ ഇന്നലെയാണ്. അപ്പോൾ മറ്റന്നാൾ എന്നെങ്ങനെ പറയാം? മറ്റന്നാളാണ് അവൻ്റെ പിറന്നാൾ. ഇതെങ്ങനെ പറയും? ദ ഡേ ആഫ്റ്റർ ടുമോറോ is his birthday. The day after tomorrow is his birthday. അങ്ങനെ പറയാം. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ സെൻറ്റൻസുകളെല്ലാം, ഈ യൂസേജസ് എല്ലാം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ പറയുന്ന സെയിം സെൻറ്റൻസസ് ആണ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. See you in next video. Bye.